ചെയ്യുന്നില്ല. ഒരു ഫ്ലോയ്ക്ക് ഇങ്ങനെ പോകുന്നു. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് അതിങ്ങനെ പ്ലാനാക്കി നടത്തി കഴിഞ്ഞാൽ അത് വേറെ റൂട്ടിൽ കൂടിയൊക്കെ ലൈഫ് പോകുന്നത്. പിന്നെ അപ്പോൾ അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. പൊതുവേ ഞാൻ പറയുന്നത് ചെറിയൊരു പെരുന്നാളല്ലേ, അപ്പോൾ വെടിക്കെട്ടൊക്കെ കണ്ടിന്യൂഷൻ പോയില്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ഒരു ഉള്ളിന്ന് വരുന്നില്ല. അമ്മ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹനു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ അതൊന്ന് മനസ്സിലായി, എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളത്. നമ്മുടെ കുഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. പിന്നെ ഒരു 2000 സംതിങ് ഉള്ളൂ, 3000 ആവാൻ പോകുന്നുള്ളൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ കേട്ടോ. അപ്പോൾ അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. പൊതുവേ ഞാൻ പറയുന്നത് ചെറിയൊരു പെരുന്നാളല്ലേ, അപ്പോൾ വെടിക്കെട്ടൊക്കെ കണ്ടിന്യൂഷൻ പോയില്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താൻ ആരാണെന്നുള്ളതാണ്. താൻ ആരാണെന്ന് തനിക്കറിയാൻ പറ്റില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കേണ്ടി ഞാൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ ആരാണെന്നല്ലേ, ഐ ആം ഹനുശ്രീ ഫ്രം ആലപ്പുഴ. പിന്നെ ഒരു ആർട്ടിസ്റ്റാണ്, ചെറുതായിട്ടൊക്കെ നമ്മൾ വരയ്ക്കും. ആർട്ടിസ്റ്റ് JB എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട് കേട്ടോ, അത് മെൻഷൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കുക, ഡ്രോയിങ്സ് കാണുക, അത്രേ ഉള്ളൂ. രണ്ടാമത്തേത് മാരേജ് കഴിഞ്ഞോ എന്നുള്ളതാണ്. ഇല്ല, മാരേജ് കഴിഞ്ഞിട്ടില്ല, നിർഭാഗ്യവശാൽ. പിന്നെ സ്റ്റഡി, ലവ്, ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് ഫാമിലി. ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തതായിരുന്നു. സ്റ്റഡി എന്ന് പറയുന്നത് ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് അല്ല, ഞാൻ പഠിച്ചത് BCom ആണ്. പിന്നെ ഒരു JDC ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കോഴ്സാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലവ്, പിന്നെ എനിക്കെല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ലവ് യു ഓൾ. ഫ്യൂച്ചർ പ്ലാൻ എന്താ അമ്മുവാ? ഒന്നുമില്ല. എനിക്കും ഒന്നുമില്ല ഫ്യൂച്ചർ പ്ലാൻ. ഒരു ഫ്ലോയ്ക്ക് ഇങ്ങനെ പോകുന്നു. ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് അധികം അങ്ങോട്ട് പ്ലാൻ ചെയ്യാറില്ല. ഡ്രീമൊക്കെ ഉണ്ട്, പക്ഷെ അത് നടക്കില്ല എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്, അങ്ങനെ. പിന്നെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആളെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ എവിടെയെങ്കിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിയില്ല, ഞാനാണ് ചേച്ചി. ചേച്ചിയല്ല, അത് അനിയത്തിയാ. അങ്ങനെ വരാല്ലേ, ചേച്ചി എന്ന് വെച്ചാൽ എന്നതാണോ എന്ന് അറിയില്ല. ശരിയാണല്ലോ. ചേച്ചിയുടെ മാരേജ് എൻ്റെ മാരേജ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ശരിയാ. അപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ഇനി അനിയത്തിനെ ചേച്ചിന്ന് വിളിച്ചതായിരിക്കുമോ? എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലായില്ല. എന്നെ ആയിരിക്കും ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ടാവുക, മേ ബി, അറിയില്ല. പിന്നെ നിങ്ങൾ ഇരട്ട സഹോദരിമാരാണോ ചോദിച്ചിട്ടുണ്ട്. ഇരട്ട സഹോദരിമാരല്ല, ഓൾ എന്നെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഞങ്ങൾ രണ്ടുപേരും സെയിം അല്ല. ഓളെ എന്നേക്കാൾ ചെറുതാണ്. പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വർക്ക് ഞാൻ വീട്ടിൽ തന്നെയുള്ള വർക്കും കാര്യങ്ങളാണ്, ആർട്ട് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ പുറത്ത് പോയിട്ടുള്ളതൊന്നുമില്ല. നോക്കുന്നുണ്ട് ജോബ് കേട്ടോ. പിന്നെ കല്യാണം ശരിയായോ? എൻ്റെ കല്യാണം ശരിയായിട്ടില്ല. ലവറിൻ്റെ പേരെന്താണ്? ലവറിന് പേരില്ല, ലവറില്ല, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സിംഗിളാണോ?
ചെറുതായിട്ട് സിംഗിളൊക്കെയാണ്. സങ്കടമൊന്നുമില്ല. എന്നാണ് മാരേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാരേജ് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും കല്യാണം കഴിക്കാൻ ഇപ്പോൾ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും മാരേജ് ഒന്നും ഇല്ല ഇപ്പോൾ. പിന്നെ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഐ ആം വെരി ഹാപ്പി ഓൾവേസ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു 70% ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫേവറേറ്റ് കളർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ, പിന്നെ ബ്ലൂ, പർപ്പിൾ, മെറൂൺ കളറ്, അങ്ങനത്തെ കുറച്ച് കളറൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളറാണ് റെഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ. ലവ് യു ഓൾ. ലവ് യു. ഇല്ല ഇപ്പോൾ ഉള്ളി ഡ്രോയിങ്സ് ഉള്ളി. പിന്നെ മെസ്സേജ് ഒന്ന് റിപ്ലൈ തരാത്ത എന്താണെന്നുള്ളത്, അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.